ഈ വർക്കിനെ നല്ല എക്സ്പേർട്ടായിട്ടുള്ള വർക്കാരുണ്ടെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ജോലി കൊടുക്കാൻ പറ്റും. കൊല്ലം പാരിപ്പള്ളിയുള്ള വർക്കാണ്. നമ്മളോട് പറഞ്ഞിട്ട് കുറേ നാളായി. ഇപ്പോൾ എന്തെങ്കിലും ഗതി കേട്ട് ലാസ്റ്റ് വന്ന് ചെയ്ത് കൊടുക്കുക. ദൂരം ആയതുകൊണ്ടാണ് കേട്ടോ, അടുത്തുള്ള പണികൾ കൂടുതലാണ്, അതുകൊണ്ടാണ്. വേറെ രണ്ടുപേർ വേറെ സൈറ്റിലാണ്, അപ്പോൾ അവരത് ചെയ്യട്ടെ. അത് വലിയ വർക്കാണ്, ഇത് കുറച്ചേ ഉള്ളതുകൊണ്ട് ഞാൻ വന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പാരിപ്പള്ളി മീനമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. ടോപ്പ് ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഇടാനൊരു പ്രത്യേക വശമുണ്ട്, അങ്ങനെ ഇട്ടെങ്കിൽ മാത്രമേ കിടക്കുള്ളൂ. അപ്പം നമുക്ക് ഇനി അടച്ച് ഇതിന് 800 ml പെട്രോൾ കപ്പാസിറ്റി ഉള്ളൂ. ഇടയ്ക്ക് വെച്ച് പെട്രോൾ ഇതിനും പുതിയ മെഷീൻ ആയതുകൊണ്ട് ഇച്ചിരി പെട്രോൾ ചിലവ് കൂടുതലാണ്. ഈ പുല്ലെല്ലാം നനഞ്ഞ് കിടക്കുന്നുണ്ട്, ഭയങ്കര സമയം എടുക്കുന്നുണ്ട്, നമ്മുടെ ഏരിയ തീരുന്നില്ല. ഇപ്പോഴും നല്ല അന്തരീക്ഷമാണെങ്കിൽ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, അല്ലെങ്കിൽ കരിയാൻ ചാൻസ് കുറവാണ്. ഒരു പണി ചെയ്ത വൃത്തി മഴയില്ലെങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ. അത്യാവശ്യം കഷ്ടപ്പാടുള്ള പണിയാണ് കേട്ടോ, കാണുന്ന പോലൊന്നും അല്ല. ഇത് ചെയ്യുമ്പോൾ ആഹാരം മുഖ്യമല്ല, വെള്ളമാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. മെഷീനും കൂടെ തൂക്കിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടാളുടെ പണിയുണ്ട് നമ്മൾ ചെയ്യുമ്പോൾ. പിന്നെ അന്തരീക്ഷമൊക്കെ നല്ലതാണ്, ഇച്ചിരി പണി നീങ്ങും, അല്ലെങ്കിൽ നീങ്ങത്തില്ല. ഇത് കണ്ടിട്ട് എൻ്റെ പകുതിയോളം കാടുണ്ട്, അത് നമ്മൾ ആ സൈഡിൽ നിന്നാണ് ചെയ്തു വന്നത്. അപ്പോൾ ആ സൈഡിൽ നിന്ന് തന്നെ ബാക്കി ചെയ്തു വരാം പോലും പറ്റാത്ത അവസ്ഥയാണ്. കാരണം അവരെല്ലാവരും വിദേശത്താണ്, അപ്പോൾ ഈ പ്രോപ്പർട്ടി നോക്കാൻ ആളില്ല. അങ്ങനെയാണ് ഈ സംഭവം ഇങ്ങനെ ആയി കിടക്കുന്നത്. ചെയ്യാനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ മഴയും കൂടെ പെയ്തുകൊണ്ട് ഭയങ്കര പാടാണ്. ഇനി ഇതിനെല്ലാം കത്തിക്ക് വെട്ടി ഒതുക്കണം, എങ്കിലേ ആ പറമ്പ് വൃത്തിയാക്കും. അങ്ങനെ നമ്മളെ പാരിപ്പള്ളിയിലെ വർക്ക് ഏകദേശം ഒതുക്കി. കുറച്ച് ചടങ്ങുണ്ടായിരുന്നു, കാരണം വാഴയൊക്കെ നിൽപ്പുണ്ട്, അതുകൊണ്ട് സ്പീഡ് കിട്ടിയില്ല പണി ചെയ്യാൻ. റോപ്പൊക്കെ കയറി അതിൽ തട്ടും. വർഷങ്ങളായി ഇവിടെ കാട് തെളിയിച്ചിട്ട്. മുട്ടോളം പൊക്കത്തിൽ കിടന്ന കാടാണ്. ബ്രഷ് കട്ടർ ഉപയോഗിച്ച് മണിക്കൂറുകൾക്കകം പുരയിടം വൃത്തിയാക്കി. എല്ലാവരും പറയും ഇത് പെട്ടെന്ന് കിളിർക്കുമെന്ന്. എന്നാൽ കേരളത്തിലെ കാലാവസ്ഥ വെച്ച് എങ്ങനെ കാട് ചെത്തി മാറ്റിയാലും അത് വീണ്ടും കിളിർക്കും. 2 പേരെ വെച്ച് ഈ പുരയിടം വെട്ടി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചാൽ ഇരട്ടി പൈസയാണ്. എന്നാൽ ബ്രഷ് കട്ടറിന് അതിന്റെ പകുതി പൈസ പോലും ഇല്ല. നമ്മുടെ കയ്യിൽ ഒരു പുരയിടം കിട്ടിക്കഴിഞ്ഞാൽ തറഭാഗം മാത്രമല്ല വൃത്തിയാക്കുന്നത്, അവിടെ നിൽക്കുന്ന കുറ്റി മരങ്ങളെല്ലാം വെട്ടി മാറ്റുകയും ചെയ്യും. എല്ലാവരും കരുതുന്നുണ്ടാകും ഇത് മെഷീൻ വെച്ച് ചെയ്യുന്നതല്ലേ, വേഗത്തിൽ പണി തീർക്കാമെന്ന്. എന്നാൽ ഈ പണി ചെയ്യുന്നവർക്കേ ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. 7 കിലോയോളം വെയിറ്റ് വരുന്ന മെഷീൻ ഷോൾഡറിൽ തൂക്കി മണിക്കൂറുകൾ നിന്നാണ് ഈ പുരയിടം വൃത്തിയാക്കുന്നത്. മെഷീനിൽ പോകാത്ത കുറ്റിച്ചെടികളൊക്കെ ഇതുപോലെ വെട്ടി വൃത്തിയാക്കുകയും വേണം. അങ്ങനെ ഒരു പുരയിടം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വളരെ വൃത്തിയായും വെടുപ്പായുമാണ് അനന്തപുരി ബ്രഷ് കട്ടേഴ്സ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ പുതിയ ജോലിക്കാരെയും അന്വേഷിക്കുന്നുണ്ട്. നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് ചെയ്ത വർക്ക് കൊല്ലത്താണ്. അത് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് തന്നെ ഒരു 20 ദിവസത്തിന് മേളിലായി. പാർട്ടി വിളിച്ച് പറഞ്ഞ് എന്നെ അത് ബുക്ക് ചെയ്തതിന് ശേഷം, ഈ ജോലി ബുക്ക് ചെയ്തതിന് ശേഷം പുള്ളിക്കാരൻ UK പോയി. പുള്ളിയുടെ ഒരു റിലേറ്റീവാണെന്ന് വന്ന് താക്കോലൊക്കെ തുറന്ന് നമ്മൾ ആ വർക്ക് ചെയ്തത്. പക്ഷേ പുള്ളിയോട് ഞാൻ ഏറ്റുപോയി അത് ചെയ്ത് കൊടുക്കാമെന്ന്. അതുകൊണ്ടാണ് ഇന്ന് അവിടെ വരെ പോയത്.
അപ്പം പുള്ളി പെട്രോൾ എക്സ്പെൻസ് എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അതെല്ലാം തന്ന് വളരെ ഞങ്ങൾ അവരും സാറ്റിസ്ഫൈഡ് ആയി, ഞങ്ങളും സാറ്റിസ്ഫൈഡ് ആയി. അതുപോലെ തന്നെ വിളിക്കുന്നവരെല്ലാം നാളെ വരുമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം നാളെ ഒന്നും വരാൻ പറ്റത്തില്ല. നമുക്ക് അവർ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ പണിയുടെ ഒരു ഓർഡർ അനുസരിച്ച് ആദ്യം വിളിച്ചവർക്കല്ലേ നമുക്ക് സീനിയോറിറ്റി കൊടുക്കുന്നത്. അങ്ങനെ അവരുടെ സമയവും നമ്മുടെ സമയവും ഒക്കെ ഫിക്സ് ചെയ്തൊരു ദിവസം നമ്മൾ അവർക്ക് കൊടുക്കും. കാരണം വീടിൻ്റെ ഓണർ ഇല്ലാതെ ചെയ്യുന്ന വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇതിൻ്റെ അതിരുകളൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഓണറുള്ള ഒരു സമയത്തിന് അവർ നമുക്കൊരു സമയം പറയും. ആ സമയം ഞങ്ങളോട് ചാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ പറഞ്ഞ് ജോലി ചെയ്യുക പതിവ്. എല്ലാവരോടും ഞാൻ ഒരാഴ്ച സാവകാശം ചോദിച്ചിട്ടുണ്ട് ജോലി വിളിക്കുന്നവരോടൊക്കെ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കത് എല്ലാ സൈറ്റിലും ജോലിക്കാർ പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ വർക്കുകളൊക്കെ തീർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഓരോന്നിലോട്ട് അടുത്തടുത്ത പുതിയ വർക്കുകളിലോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം വിളിച്ചവർക്ക് സീനിയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള വർക്കുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പോൾ 4 പേര് മാത്രമേ എനിക്ക് ജോലിക്കുള്ളൂ. അപ്പം ഞാനും കൂടെ ഇറങ്ങും ചില സമയത്ത്. ചില സൈറ്റിൽ എത്തിപ്പെടാൻ പറ്റാത്ത ചെറിയ സൈറ്റുകൾ അങ്ങനെ ഞാനും കൂടെ പോയി ചെയ്യും. കാരണം എനിക്ക് വർക്കിൻ്റെ പുറകെ പോയാൽ പോരാ, സൈറ്റുകൾ നോക്കാനൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഓരോരുത്തർ വിളിക്കുന്ന സൈറ്റൊക്കെയാണ് എനിക്ക് ചെന്ന് കാണണമല്ലോ, എങ്ങനത്തെ അവസ്ഥയാണെന്ന് കാണണം. അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. എല്ലാ ദിവസങ്ങളിലും എനിക്ക് ജോലിക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഒരാളോട് ഉണ്ടെങ്കിൽ ജോലി കൊടുക്കാൻ നല്ല അത്യാവശ്യം ഈ വർക്ക് അറിയാവുന്ന, പുല്ലുവെട്ട് നല്ല രീതിക്ക് മെഷീൻ ഉപയോഗിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒരാൾക്കൂടെ ഞാൻ ജോലി കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ എൻ്റെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എന്നാൽ തന്നെയും നമ്മൾ ഒരു സാവകാശം തരണം കേട്ടോ. ഞാൻ എന്തായാലും നിങ്ങൾ ജോലിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തിനകത്തെങ്കിലും നമ്മൾ ചെയ്തു തരാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്.